ഞായറാഴ്ച ഒരു പരിപാടി ഇല്ലാതിരുന്നപ്പോഴാണ് ചേട്ടാ ആറ്റി പോകാമെന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ പിള്ളേരും കൂട്ടി ആറ്റിപ്പോയി ചായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രീകുട്ടനോട് ആദ്യം ചോദിച്ചപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞ ആൾ ഞങ്ങൾ വണ്ടിയായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര കരച്ചിൽ. അങ്ങനെ അവനെയും കൂട്ടി നമ്മൾ ആറ്റി പോകുന്നുണ്ട്. വണ്ടിയിൽ പാട്ടും വെച്ച് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥിരം പൊക്കോട്ടിരുന്ന ചപ്പാത്തിൻ്റെ കടവിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ആദ്യം ആശാൻ നടന്നെങ്കിലും പിന്നെ പതുക്കെ എൻ്റെ ഒക്കത്ത് കയറിയിട്ടോ. വഴിയൊക്കെ ഇച്ചിരി മോശമായിരുന്നു, ചെരുപ്പൊക്കെ ഇടാതെയാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഈ ഒരു പൂവ് അവിടെ കണ്ടപ്പോഴത്തേക്കും അവർക്കത് പറിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നല്ല വിഷച്ചെടിയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ പറിപ്പിച്ചില്ല കേട്ടോ. അങ്ങനെ ആ കടവിൽ കുറേ നേരം ചുറ്റി നടന്നിട്ട് നമ്മളത് അടുത്ത കടവിലേക്ക് പോവാണ്. നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ, പക്ഷെ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ എങ്ങനെയൊക്കെയോ വഴി തപ്പി അന്വേഷിച്ച് നമ്മളിത് അങ്ങോട്ടേക്ക് എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിട്ട് നല്ല അടിപൊളി സ്ഥലം, നല്ല രസമുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട്. പിള്ളേരെ അങ്ങനെ ഇറക്കാൻ കൊള്ളൂല കേട്ടോ. ചേട്ടായിനെ ഞങ്ങൾ ആദ്യം ഇറക്കി എത്ര ആഴമുണ്ടോ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആശാനെ മുങ്ങുന്നത്ര ആഴം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് ആ സ്റ്റെപ്പിൽ മാത്രമേ പിള്ളേർക്ക് നിന്ന് കളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്റ്റെപ്പിൻ്റെ അവിടെ അത്യാവശ്യം നിൽക്കാനുള്ളൊരു സ്ഥലം ഉള്ളതുകൊണ്ട് അവരെ നമ്മുടെ ശ്രീകുട്ടനെ നിർത്തി. എന്നിട്ട് അവനെ ഞാൻ അവിടെ നിർത്തി കുറച്ച് നേരം കളിപ്പിച്ചു വിട്ടു. വീടിൻ്റെ താഴത്തെ ചെറിയ തൊട്ടിൽ ആശാൻ തന്നെ പോയി ചാടി കുളിക്കുന്നതുകൊണ്ട് ഞാൻ പിടിച്ചിട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൻ തന്നെ കുളിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ അതേ മാമനും മോളും കൂടി ഇവിടെ കിടന്ന് പിടുത്തം വെക്കുന്നുണ്ട്. ഇത് സ്ഥിരം പരിപാടിയാട്ടോ. തോട്ടി പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് വാരി ഇടുക, പിടുത്തം വെക്കുകയാണ്, ഇതൊക്കെ തന്നെയാണ് സ്ഥിരം പരിപാടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നീന്താന്ന് വിചാരിച്ചപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഫ്രണ്ടിൽ പോകാൻ പറഞ്ഞു. എനിക്ക് ആദ്യമേ ഫ്രണ്ടിൽ പോകാൻ പേടിയാട്ടോ. എൻ്റെ ചേട്ടാനെ വലിച്ച് ഞാൻ ഫ്രണ്ടിൽ വിടുന്നുണ്ട്, എന്നിട്ട് ഞാൻ പുറകെ വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ തോട് തന്നെയാട്ടോ, ആറെന്ന് പറയാൻ പറ്റില്ല, ആറിൻ്റെ ഒരു ഭാഗമാണ്. വലിയ ആറിൻ്റെ അക്കരെയൊക്കെ ചെല്ലാൻ പറഞ്ഞാൽ എനിക്ക് പേടിയതാണ്. ഇത് ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ദേ ഞാനും ചേട്ടാ അവിടെ നീന്തൽ മത്സരം വെക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെയും പോലെ ചേട്ടയുടെ അടുത്ത് ഞാൻ ഇന്നും തോറ്റിട്ടുണ്ട്. ആറ്റി നീന്തി പഠിച്ച ആളുടെ അടുത്ത് തോട്ടി നീന്തി പഠിച്ച ഞാൻ എങ്ങനെയാണെങ്കിലും തോപ്പിക്കാൻ പറ്റൂല. പിന്നെ ദേ ശ്രീകുട്ടൻ കിടന്ന് വരയ്ക്കാൻ തുടങ്ങിയപ്പം അതിന് ഞാൻ ദേഹമൊക്കെ തുടപ്പിച്ച് അവിടെ തോർത്തുടപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. കിടുകിടുകിടാന്ന് കിടന്ന് വരയ്ക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം കയറി ചെന്നിട്ട് ഇവിടെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും ആളും പിന്നെ ദേ ഇവിടെ ഫീലിങ്സ് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇറങ്ങിയതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കത് കളിക്കാൻ തോന്നിയത്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി കളിച്ചതല്ല, ജസ്റ്റ് നമുക്ക് വെറുതെ ഇവിടുന്ന് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് പാട്ടിടിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കളിച്ചാട്ടോ. അപ്പത്തേനും ചേട്ടായിക്ക് കയറി ആശാനൊക്കെ കിടന്ന് കിടിടാന്ന് വരയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് രണ്ടിനും കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ ഡാൻസ് ആണെന്ന പേരിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നേരം ബബിൾസ് ഒക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു. എനിക്ക് വളരെ പിന്നെ മടുപ്പില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അടിച്ചു നനച്ചൊന്ന് കുളിച്ചിട്ടുണ്ട്. അങ്ങനെ സോപ്പതിയൊക്കെ കഴിഞ്ഞത് ആ രണ്ടാളും കുളിച്ച് കയറിയിട്ടോ. നേരത്തെ ബാക്കിയുള്ളവരെല്ലാം കുളിച്ച് കയറിയിട്ടുണ്ട്. അവരിവിടെ കടവ് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി കുളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗ് കാണാം. ബൈ ഡിയേഴ്സ്.